ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 125/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതെന്നാണ് കേട്ടോ. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ ബി റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് 17ാമത് ബ്രിക്സ് ഉച്ചകോടി 2025 കേട്ടോ. 2025 നടക്കുന്നത്. 2025 റിയോ ഡി ജനീറോ ഏത് രാജ്യത്താണ്? ബ്രസീലിലാണ് കേട്ടോ. ബ്രസീലും. ഓക്കെ, 2024 എവിടെയായിരുന്നു? 2024 മോസ്കോയിൽ വെച്ചിട്ടായിരുന്നു എന്ത് ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുള്ളത്. 16ാമത് കേട്ടോ, 16th ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുള്ളത് മോസ്കോയിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, റഷ്യയിലെ മോസ്കോയിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇനി നടക്കാൻ പോകുന്ന 18th എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇന്ത്യയിലെ ന്യൂഡൽഹി വെച്ചിട്ടാണ് 18ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് ഔദിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? അപ്പൊ എന്താണ്? ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് ഔദിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണെന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ഡൽഹൌസി പ്രഭു ആണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം? ഓക്കെ, അപ്പൊ ഇതില് ശരിയായിട്ടുള്ള, അതായത് പത്രവും അതിന്റെ സ്ഥാപകരെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ശരിയായ ജോഡി ഏതാന്നുണ്ട്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരിയാണ്. ഓക്കെ, യങ് ഇന്ത്യ മഹാത്മാഗാന്ധി, കേസരി ബാലഗംഗാധര തിലകൻ, അതുപോലെ കോമൺവെൽത്ത് ആനി ബസന്റ്. അപ്പൊ മൂന്നാമത്തെ ദി ലീഡർ മോത്തിലാൽ നെഹ്റു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ദി ലീഡർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? മദൻ മോഹൻ മാളവ്യാണ് കേട്ടോ. മദൻ മോഹൻ മാളവ്യാണ് ദി ലീഡർ എന്ന ഇംഗ്ലീഷ് പത്രത്തിന്റെ സ്ഥാപകൻ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഒന്ന് ഇത് കണക്ട് ആയിട്ട് പഠിക്കട്ടോ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മോത്തിലാൽ നെഹ്റുവിന്റെ പത്രം എന്താണ്? ഇൻഡിപെൻഡന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടേതാണ്? മോത്തിലാൽ നെഹ്റുവിന്റെ പത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ 1, 2, 4 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ്? ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ബി 1949 ഒക്ടോബർ 1 ജനകീയ ചൈന നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ബി ഒക്ടോബർ 1 ഇവര് ചൈന എന്താണ് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 1 കേട്ടോ. നാഷണൽ ഡേ ആയിട്ട് ഏതാണ്? ഒക്ടോബർ 1 ആചരിക്കുന്നത്. ഓക്കെ, അടുത്തത്, താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏവ? ഓക്കെ, മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. നോക്കാം. അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണ്. ശരിയാണ്. അത് പതിവ് കണക്ക് എന്ന ബഡ്ജറ്റ് പദ്ധതിക്ക് രൂപം നൽകി. എന്താണ് തെറ്റായിട്ടുള്ള ഓപ്ഷന്? അദ്ദേഹം ഫ്രഞ്ചുകാരുമായി നടത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഓക്കെ, അപ്പൊ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ? നമുക്കറിയാം ഡച്ചുകാരുമായിട്ട് നടത്തിയിട്ടുള്ള യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഓക്കെ, 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത് ഡച്ചുകാരുമായിട്ടാണ്. അടുത്തത് എന്താണ്? തൃശ്ശൂർ പൂരത്തിന്റെ അമരക്കാരനായി അറിയപ്പെട്ടു. അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ അമരക്കാരൻ, ഇതിൽ എന്താണ് തെറ്റ്? തൃശ്ശൂർ പൂരം ആരംഭിച്ചത് തന്നെ അതിന്റെ അമരക്കാരനായിട്ട് അറിയപ്പെടുന്നത് കൊച്ചി ശക്തനായിരുന്ന ശക്തൻ തമ്പുരാനാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മക്ക് ഈ ഒരു തൃശ്ശൂർ പൂരമായിട്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ, ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരത്തിന്റെ അമരക്കാരനായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്നാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത്? ജസ്റ്റ് ഒന്ന് നോക്കുക. 1798 കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ മൂഷക വംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മൂഷക വംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ സി എല്ലാം ശരിയാണെന്നാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. മൂഷക മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്താ? ഈ കൃതി 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ശ്രീകണ്ഠൻ എന്ന രാജാവിന്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് രചയിതാവ്. രാജ തരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ട കൃതിയാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒന്ന് നോക്കട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത്. താഴെ നൽകിയിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളിൽ ഏത് തരംഗമാണ് തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്?
പ്രാഥമിക തരംഗം, ദ്വിതീയ തരംഗം, പ്രതല തരംഗം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവയിൽ ഏത് തരംഗമാണ് തരംഗ ദിശക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ എ പ്രാഥമിക തരംഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിൽ ഒന്നാണ് ഡെൽറ്റകൾ. താഴെ നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദി അല്ലെ നദികൾ കണ്ടെത്തുക എന്നാണ് കേട്ടോ. നർമ്മദ, കാവേരി, പെരിയാറ്, മഹാനദി കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദികൾ ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി കാവേരിയും മഹാനദിയുമാണ് ഡെൽറ്റ രൂപീകരണത്തിന് കാരണമാവുന്ന നദികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ, 1.50,000 സ്കെയിലിലുള്ള ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ 2 സെന്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞിട്ടോ. മാപ്പുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഓപ്ഷൻ ബി ആണ്, 1 കിലോമീറ്റർ ആണ് എന്ത് യഥാർത്ഥത്തില്. അതായത് 1.50,000 സ്കെയിലുള്ള ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ 2 സെന്റിമീറ്റർ അളവിലുള്ള ദൂരം 1 കിലോമീറ്റർ ആണ് യഥാർത്ഥത്തിൽ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ദേശീയ ജലപാത 2 NW2 ബന്ധിപ്പിക്കുന്നത്? ഓക്കെ, ഇതിൽ ഓപ്ഷൻ സി സാദിയ ദുബ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്? അപ്പൊ ഇതില് കേരളത്തിലെ ഏത് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത് എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻ സി പത്തനംതിട്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം. ഓക്കെ, അപ്പൊ 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇന്ത്യയിലാണ് നടന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് WSDSന്റെ ഫുൾ ഫോം എന്താണ്? വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സമ്മിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഊർജം, പരിസ്ഥിതി, സുസ്ഥിര വികസനം എന്നിവയെ കുറിച്ച് ചർച്ച ചെയ്യാനായി ഇന്ത്യയിലെ പ്രശസ്ത ഗവേഷണ സ്ഥാപനമായ ടെരി, അതായത് ദ എനർജി ആൻഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് വർഷം തോറും നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിയാണ് എന്ത് പറയുന്നത്, ഈ WSDS എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2001 ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ 2026 ഇതിന് 25 വർഷം പൂർത്തിയാകാണ്. ഓക്കെ, 25ാം വാർഷികം എന്താണ്? 2026 അപ്പൊ 2024 2026 ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനോടൊപ്പം തീമും കൂടി ഒന്ന് പഠിക്കണം കേട്ടോ. 2025 തീമാണ് എന്താണ്? സുസ്ഥിര വികസനവും കാലാവസ്ഥാ പരിഹാരങ്ങളും ത്വരിതപ്പെടുത്തുന്നതിനുള്ള പങ്കാളിത്തം എന്നാണ് കേട്ടോ. സുസ്ഥിര വികസനവും കാലാവസ്ഥാ പരിഹാരങ്ങളും ത്വരിതപ്പെടുത്തുന്നതിനുള്ള പങ്കാളിത്തം. അപ്പൊ ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഫോർ ആക്സിലറേറ്റിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ക്ലൈമറ്റ് സൊല്യൂഷൻ എന്നായിരുന്നു 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടിയുടെ തീം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓക്കെ, അതായത് 1ഉം 2ഉം ശരി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ IBRDയും അതുപോലെ IMFും ആണ് അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഈ ഒരു ഇവിടെ തന്നിട്ടുള്ളതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ IBRD എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ലോക ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് IBRD. അതുപോലെ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1980കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകം. 1980കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായിട്ടുള്ള ഘടകമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ്, 1 മാത്രം എന്നാണ്. ഓക്കെ, വിദേശ വിനിമയ ക്ഷാമവും എണ്ണവില വർധനവുമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിൽ 1960 1970 ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏത് സംസ്ഥാനങ്ങൾക്കാണ് എന്നാണ് കേട്ടോ. 1960 70 ഏറ്റവും കൂടുതൽ ഹരിത വിപ്ലവം കൊണ്ട് പ്രയോജനം ലഭിച്ച സംസ്ഥാനങ്ങൾ ഏതാണെന്നാണ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്, 2 മാത്രം. അതായത് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടവ ചേരുംപടി ചേർക്കാനാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ക്രമീകരണം ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. നോക്കാം, ആധുനികവൽക്കരണം, പുതിയ സാങ്കേതിക വിദ്യ. നെക്സ്റ്റ് എന്താണ്? സാശ്രയത്വം, ഇറക്കുമതി ബദല്, സമത്വം,
അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള സാക്ഷാത്കാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 1, 3, 4 ശരി. ഏതൊക്കെയാണ്? HYV വിത്തുകൾ, അതായത് ഹൈ യീൽഡിംഗ് വെറൈറ്റി സീഡ്സ്. അതുപോലെ പിന്നെന്താണ്? രാസവളങ്ങളും കീടനാശിനികളും, ട്രാക്ടർ, പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ. ഇതൊക്കെ ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആര്? നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആര്? ഓപ്ഷൻ എ സുമൻ ബെറി ആണ് കേട്ടോ. ചെയർമാൻ ആരായിരുന്നു? നമുക്കറിയാം, പ്രധാനമന്ത്രിയാണ്. അതുപോലെ സിഇഒ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? BVR സുബ്രഹ്മണ്യൻ കേട്ടോ. BVR സുബ്രഹ്മണ്യമാണ് സിഇഒ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ്? ഓഗസ്റ്റ് 25 മുതൽ, 2025 ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് 50% നികുതി നിരക്കാണ് അമേരിക്ക 2025 ഓഗസ്റ്റ് 25 മുതൽ ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി ശതമാനം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വിപുലമായ ചർച്ചകൾ നടത്തുന്നുണ്ടായിട്ടോ. അപ്പൊ ഈ ഒരു ചർച്ചയിലൂടെ എന്താണ്, പുതിയ ചരിത്രപരമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. 2026 ഫെബ്രുവരിയിലാണ് ഒരു ബൈലാറ്ററൽ ട്രേഡ് ഡീൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പ്രകാരം ഈ ഒരു കരാർ പ്രകാരം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തൊക്കെയാണ്? ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന അധിക ശിക്ഷാ നികുതികളെ US പൂർണ്ണമായിട്ടും ഒഴിവാക്കിട്ടോ. ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും നിലവിലുള്ള മൊത്തം നികുതി നിരക്ക് 18% കുറച്ചു. ഇതിന് പകരമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നൽകിയിരുന്ന ചില നികുതികളും നിയന്ത്രണങ്ങളും ഇന്ത്യയും കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏത്? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏതെന്നാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് എന്നാണ് കേട്ടോ. ഇതിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം ശരി. രാഷ്ട്രം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ്. അതുപോലെ എന്താണ്, 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ പ്രസ്താവന എന്താ തെറ്റുള്ളത്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21B വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 21A ഓക്കെ. അതുപോലെ 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്ക്? സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര പാർലമെന്റിനാണ് കേട്ടോ. ഭരണഘടനയുടെ ആമുഖത്തിൽ വിട്ടുപോയ ഭാഗം ഏതുക? ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു ഡേഷ് സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് വേണ്ടത്? പരമാധികാര എന്ന് വേണം അല്ലെ. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഇതൊന്ന് ഓർഡറിൽ തന്നെ പഠിക്കട്ടോ. പസോമജറി എന്ന് ഓർത്താൽ മതി കേട്ടോ. പസോമജറി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണെന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ഗ്രാമപഞ്ചായത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ആണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആര്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആരാണ്? ഇവിടെ ഓപ്ഷൻ ഡി ജനറൽ അനിൽ ചൗഹാൻ ആണ് വരുന്നത് കേട്ടോ. ആൻസർ. അപ്പൊ 2026 മെയ് 31 ഇദ്ദേഹം വിരമിച്ചിട്ടോ. ജനറൽ അനിൽ ചൗഹാന് വിരമിച്ചതിനെ തുടർന്ന് ആരാണ് പുതിയ സംയുക്ത സൈനിക മേധാവി? ഇപ്പോൾ ആരാണ്? ജനറൽ NS രാജസുബ്രഹ്മണ്യാണ് കേട്ടോ. NS
രാജസുബ്രഹ്മണി. NS രാജസുബ്രഹ്മണിയാണ് ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി. ആരാണ്? NS രാജസുബ്രഹ്മണിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്തെന്നാണ് കേട്ടോ. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ നിയൽ പദ്ധതി. പദ്ധതികൾ പഠിക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണ നിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് സംസ്ഥാന സിവിൽ സർവീസ്. സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾ നടത്തുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഇതൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. സി ആണ് തെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓക്കെ, ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ എന്താ വരുന്നത്? KV മനോജ് കുമാർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിലവിലും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. KV മനോജ് കുമാർ ആണ് ഇപ്പോഴത്തെയും കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക തണ്ണീർത്തട ദിനം എന്ന്? ലോക തണ്ണീർത്തട ദിനം എന്ന്? ഓപ്ഷൻ ഡി ഫെബ്രുവരി 2 കേട്ടോ. അപ്പൊ പ്രധാനപ്പെട്ട ദിനങ്ങൾ പഠിക്കണം കേട്ടോ. പ്രധാനപ്പെട്ട ദിനങ്ങൾ ഓരോ മാസത്തെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ് വെച്ചാണ് ഞാനൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആര്? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ആരാണ്? ഓപ്ഷൻ സി മുഖ്യമന്ത്രിയാണ് അല്ലെ. അടുത്തത്, കേരള സർക്കാരിന്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി വയോജന സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് മന്ദഹാസം പദ്ധതി. അടുത്തത്, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല? സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ എ കൊല്ലത്താണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിക്കൻ ബോക്സ് രോഗം ഉണ്ടാക്കുന്ന വൈറസ്? ചിക്കൻ ബോക്സ് രോഗം ഉണ്ടാക്കുന്ന വൈറസ് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ്? ഏതാണ് കണ്ണിലെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ. ഓക്കെ, ഇതിൽ ഓപ്ഷൻ എ കോൺ കോശങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഏതാണ്? നമുക്കറിയാം അൽഡോസ്റ്റിറോൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഏത് ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാവുന്നത്? അപ്പൊ രക്തത്തിലെ ഏത് ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി ത്രോംബോസൈറ്റ്സ് ആണ് കേട്ടോ. അടുത്തത്, റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും ഏത് അന്താരാഷ്ട്ര സംഘടനയാണ്? റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും ഏത് അന്താരാഷ്ട്ര സംഘടനയാണ്? IUCN ആണ് അല്ലെ. എന്താണ് IUCN ഫുൾ ഫോം? എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരൻ? ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരൻ ആരാണ്? ആരാണ്? എഡ്വേർഡ് വിൽസൺ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 40ാമത്തെ ക്വസ്റ്റ്യൻ, 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏതാണ്? അപ്പൊ 2021 മലേറിയ തടയുന്നതിനായിട്ട് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏതാണ്? ഓപ്ഷൻ സി മോസ്കിറിക്സ് ആണ് കേട്ടോ. മോസ്കിറിക്സ് മലേറിയ തടയുന്നതിനായിട്ടുള്ള വാക്സിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 41ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗം ഏതെന്നാണ് കേട്ടോ. ഇതിൽ ഏതാണ് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ബെറിബറി ആണ്. ഓക്കെ, അപ്പൊ ബെറിബറി എന്താണ്? ഇതൊരു പകർച്ചവ്യാധിയോ അതുപോലെ രോഗാണുക്കൾ വഴി ഉണ്ടാകുന്ന രോഗമൊന്നല്ല കേട്ടോ. അതായത് വിറ്റാമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കേട്ടോ. B1 എന്ന് പറഞ്ഞാൽ തയാമിൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഒരു ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ആരാണ്? V നാരായണൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈ മാസത്തിൽ ആചരിച്ചതെന്നാണ്. ഓക്കെ, എത്രാമത്തെ വാർഷികമാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി 60ാമത്തെ വാർഷികമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 44ാമത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാണ്? ഹൈഗ്രോമീറ്റർ ആണ് കേട്ടോ. ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏത്? രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഇൻഫ്രാറെഡ് രശ്മികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം 5 സെക്കൻഡ് നേരത്തേക്ക് പവർ ആണ് കാണേണ്ടത്. ഓക്കെ, ആദ്യം നമ്മൾ പവർ കാണാൻ നമ്മൾ ആദ്യം വർക്ക് കാണണം അല്ലേ. അപ്പൊ W = F × S എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. W = F × S എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്ത് വർക്ക് കാണാം. ഓക്കെ, പിന്നെ നമ്മൾ പവർ കാണാൻ എന്താണ് യൂസ് ചെയ്ത്? P = വർക്ക് ബൈ ടൈം ആണ് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പവർ എന്ന് പറഞ്ഞാൽ? എന്താ? ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയാണല്ലേ പവർ. അപ്പൊ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ആൻസർ കിട്ടും? 8 വാട്ട് എന്ന് കിട്ടും കേട്ടോ. 8 വാട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റോമിക നമ്പറും ആവർത്തന പട്ടികയിലെ സ്ഥാനവും അനുസരിച്ച് ചുവടെ തന്നിരിക്കുന്ന മൂലകങ്ങളെ ലോഹ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് മൂലകങ്ങൾ തന്നത്? ജെർമേനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സെലിനിയം, റുബീഡിയം. ഓക്കെ, അപ്പൊ ശരിയായിട്ടുള്ള ഓർഡർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൗറി ബ്രോൺസ്റ്റഡ് തത്വം അനുസരിച്ച് ആസിഡും ബേസും വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതാണ്? ലൗറി ബ്രോൺസ്റ്റഡ് തത്വം അനുസരിച്ച് ആസിഡും ബേസും വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ആസിഡ് H+ ദാതാവ്, ബേസ് H+ സ്വീകർത്താവ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് അണുനശീകരണം നടത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന്? സർജിക്കൽ ഉപകരണം ഓട്ടോക്ലേവ് ഉപയോഗിച്ച് അണുനശീകരണം നടത്തുമ്പോൾ സംഭവിക്കുന്നത് ഓപ്ഷൻ ഡി, അതായത് 1ഉം 3ഉം. അതായത് ജലത്തിൽ തിളനില കൂടുന്നു, അതുപോലെ ഓട്ടോക്ലേവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടുതലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്ത് ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം ഏതാണെന്നാണ് കേട്ടോ. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, അതായത് ജപ്പാന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് എവിടെയാണ്? ഓപ്ഷൻ സി ഹൈദരാബാദിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതികൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1ഉം 2ഉം 4ഉം. ആനോ, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, അതുപോലെ ആരോഹണം, ഹിമാലയം. ഈ കൃതികൾക്കാണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ ആനോ എന്ന് പറഞ്ഞ കൃതി രചിച്ചിട്ടുള്ളത് PF മാത്യൂസ് രചിച്ച കൃതിയാണ് ആനോ കേട്ടോ. ഇനി ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര ഹരിത ഒലീവിയ രചിച്ച കൃതിയാണ് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ആരാണ്? ഹരിത ഒലീവിയ. ഓക്കെ, ഇനി ആരോഹണം ഹിമാലയം എന്നുള്ളതോ KR വിശ്വനാഥൻ രചിച്ച കൃതിയാണ് ആരോഹണം ഹിമാലയം. ഓക്കെ, അപ്പൊ ഈ 3 കൃതികൾക്കാണ് എന്ത് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളതില്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ആരാണ്? ഓപ്ഷൻ ബി ശ്രീജേഷ് PR ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തകഴി ശിവശങ്കര പിള്ളയുടെ ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും? തകഴി ശിവശങ്കര പിള്ളയുടെ ഏത് നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും? ഏത് നോവലിലേതാണ്? രണ്ടിടങ്ങൈ എന്ന് പറഞ്ഞ നോവലിലെ കഥാപാത്രങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ് കേട്ടോ. അതായത് കേരളത്തിലെ പരമ്പരാഗത കലാരൂപങ്ങളും അവയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളും തമ്മിലാണ് ശരിയായിട്ടുള്ള ജോഡി ഇതിൽ ഏതാണെന്നാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. നോക്കാം,
കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ഒരു വാദ്യോപകരണമാണ് മിയാവ്. ഓക്കെ. അടുത്തത് തോൽപ്പാവക്കൂത്തില് ഏഴുപറ. നെക്സ്റ്റ് പടയണിയിൽ എന്താണ്? പടയണിയില് തപ്പ് ട്ടോ. കുമ്മാട്ടിക്കളിയില് ഓണവില്ല്. നെക്സ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് ആര്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് ആര്? ആരാണ്? ഓപ്ഷൻ എ അമൻ സെഹ്റാവത്ത് ആണ് ട്ടോ. അമൻ സെഹ്റാവത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമലേ വിവേകികൾ. ഈ വരികൾ ആരുടേതാണ്? ഈ വരികൾ ആരുടേതാണ്? നമുക്കറിയാം കുമാരനാശാന്റെ കൃതിയിലുള്ളതാണ് അല്ലെ. കുമാരനാശാന്റെ നളിനി എന്നുള്ള ഖണ്ഡകാവ്യത്തിലുള്ള വരികളാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇതില് തെറ്റായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ്. ഓപ്ഷൻ ഡി മച്ചാട്ടു മാമാങ്കം മലപ്പുറം ജില്ല എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇത് എന്താണ് തന്നിട്ടുള്ളത്? ഓരോ ഉത്സവങ്ങളും അത് നടക്കുന്ന ജില്ലകളും തമ്മിലാണ് കണക്ട് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ. കണക്ട് ചെയ്യാനല്ല ഇതിൽ തെറ്റായിട്ട് ജോഡിയായിട്ട് തന്നിട്ടുള്ളത്. ചിനക്കത്തൂർ പൂരം പാലക്കാട് ജില്ല, ചെട്ടിക്കുളങ്ങര ഭരണി ആലപ്പുഴ ജില്ല, അത്തച്ചമയം എറണാകുളം ജില്ല എന്നുള്ളതൊക്കെ ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള മച്ചാട്ട് മാമാങ്കം മലപ്പുറം ജില്ല. ഇവിടെ തൃശ്ശൂർ ജില്ല എന്നാണ് വേണ്ടത്. തൃശ്ശൂരാണ് എന്ത് നടക്കുന്നത്? മച്ചാട്ട് മാമാങ്കം നടക്കുന്നത്. ട്വിസ്റ്റഡ് പെയർ കേബിളിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടർ ഏതാണ്? ട്വിസ്റ്റഡ് പെയർ കേബിളിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടർ ഏതാണ്? ഓപ്ഷൻ എ RJ45 ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ഇതിൽ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണെന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി ഫയർസിൽ ആണ്. ബാക്കിയൊക്കെ ബ്ലൂ ഫിഷ്, ബൂട്ട്സ്ട്രാപ്പ്, അഡോബ് ഡ്രീം വീവർ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന മെമ്മറി ഉപകരണങ്ങളെ അവയുടെ സംഭരണ ശേഷിയുടെ ആരോഹണ ക്രമത്തിൽ അത് കുറഞ്ഞ ശേഷിയിൽ നിന്ന് കൂടിയ ശേഷിയിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണെന്നാണ് കേട്ടോ. അപ്പൊ അസെൻഡിങ് ഓർഡർ ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ക്രമീകരണം? ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് രജിസ്റ്റർ, പിന്നെ ക്യാഷ്, റാം, പിന്നെ ഹാർഡ് ഡിസ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 62ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI പരിശീലനം നൽകിയത് ഏത് സ്ഥാപനമാണെന്നാണ് കേട്ടോ. എന്താണ് ഇതിന്റെ ആൻസർ? ഓപ്ഷൻ സി കൈറ്റ് ആണ്. ഓക്കെ. ഓപ്ഷൻ കൈറ്റ് ആണ് എന്ത് നൽകിയിട്ടുള്ളത്? AI പരിശീലനം. ആർക്ക്? കേരള സ്കൂൾ അധ്യാപകർക്ക് AI പരിശീലനം നൽകിയിട്ടുള്ളത് കൈറ്റ് ആണ്. ഓക്കെ. അപ്പൊ കൈറ്റിന്റെ ഫുൾ ഫോം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 63ാമത്തെ ക്വസ്റ്റ്യൻ, 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഏതിനാണെന്നാണ്. ഓക്കെ. ഇവിടെ ഓപ്ഷൻ ബി ഉള്ളോയ്ക്കാണ് ആൻസർ കേട്ടോ. ഓക്കെ. അപ്പൊ 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഉള്ളോയ്ക്കിനാണ്. ആരാണ് ഇതിന്റെ സംവിധായകൻ? ക്രിസ്റ്റോ ടോമിയാണ് കേട്ടോ. ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത് ക്രിസ്റ്റോ ടോമിയാണ്. അഭിനയിച്ചിട്ടുള്ളത് ഉർവശിയും പാർവതി തിരുവോത്തുമൊക്കെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ 2025 ഓഗസ്റ്റിലാണ് ഈ അവാർഡ് 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചത്. 2025 ഓഗസ്റ്റിലാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഘടനയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഘടന. ഓക്കെ. ഇത് ഓപ്ഷൻ ബി ആണ്. മുഖ്യ കമ്മീഷൻ പ്ലസ് പരമാവധി 10 കമ്മീഷണർമാരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത്? ഗവർണർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോക്സോ നിയമം ഏത് തരത്തിലുള്ള നിയമമാണ്? ഓക്കെ. ഓപ്ഷൻ സി ലിംഗനിരപേക്ഷം, ജെൻഡർ ന്യൂട്രൽ. 68ാമത്തെ ക്വസ്റ്റ്യൻ, NHRC അവരുടെ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണെന്നാണ് കേട്ടോ. എന്താണ് NHRC? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് പാർലമെന്റ് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻസർ കീയിൽ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. കാരണം ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് കേന്ദ്ര സർക്കാർ എന്നായിരുന്നു കേട്ടോ. കേന്ദ്ര സർക്കാർ എന്നായിരുന്നു ആൻസർ വരേണ്ടത്. ഓക്കെ. സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനായിരുന്നു ആൻസർ വരേണ്ടത്. 69ാമത്തെ ക്വസ്റ്റ്യൻ, PWDVA 2005 പ്രകാരം മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീൽ നൽകേണ്ടത് ആർക്കാണ്?
ആർക്കാണ്? സെഷൻ കോടതിക്കാണ് ട്ടോ. എന്താ PWDV എന്ന് പറഞ്ഞാലും പ്രൊട്ടക്ഷൻ ഓഫ് വ്യൂമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ് ട്ടോ. പ്രൊട്ടക്ഷൻ ഓഫ് വ്യൂമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ്. അതായത് ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു നിയമമാണ് ട്ടോ. അപ്പൊ ഇതില് ആർക്കാണ് അപ്പീൽ നൽകേണ്ടത്? സെഷൻ കോടതിക്കാണ്. നെക്സ്റ്റ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാരം ബാധകമാകുന്നത് എത്ര രൂപ വരെയുള്ള പരാതികളിലാണ്? ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, 50 ലക്ഷം വരെയുള്ള പരാതികളിലാണ്. ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻസ് മാത്സ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാൻ ഇവിടെ സോൾവ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത 10 ക്വസ്റ്റ്യൻസ് നോക്കാം. 81-ാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ അഡ്ജക്റ്റീവ്? ഇതിൽ ഏതാണ് അഡ്ജക്റ്റീവ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, സാഡ്. നെക്സ്റ്റ്, ചേഞ്ച് ദ സെന്റൻസ് ഐ നോ ഹിം ഇൻറ്റു പാസീവ്. ഐ നോ ഹിം എന്ന് പറഞ്ഞുള്ള സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. ഇവിടെ ഓപ്ഷൻ ബി, ഹി ഈസ് നോട്ട് ടു മീ എന്ന് വരും കേട്ടോ. അടുത്തത്, ഹി ക്ലൈംബ് ഡാഷ് ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ റീജിയൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരുന്നത്? ഏത് ആർട്ടിക്കിൾ ആണ് വേണ്ടത്? ഓപ്ഷൻ സി ആണ്, ദ വരണം കേട്ടോ. ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ റീജിയൻ വരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 84-ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സെന്റൻസ് യൂസസ് എ ജെറൻഡ് കറക്റ്റ്ലി? ഇവിടെ ജെറൻഡ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത സെന്റൻസ് ഏതാണെന്നാണ്? ഓപ്ഷൻ ഡി ആണ്, ഹി സജസ്റ്റഡ് ഗോയിങ് ഫോർ എ വാക്ക്. ഓക്കെ, നെക്സ്റ്റ്, ഹി ഹാഡ് ഹാർഡ്ലി ഫിനിഷ്ഡ് ഹിസ് മീൽ ഡാഷ്. ഇവിടെ ഏതാണ് ക്വസ്റ്റ്യൻ്റെ വരേണ്ടത്? ഓപ്ഷൻ ബി ആണ്, ഹാർഡ് ഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആന്റോണിം ഓഫ് മെലഞ്ചൊലി. മെലഞ്ചൊലിന്റെ ആന്റോണിം ആണ് ഏതാണ്? ഓപ്ഷൻ സി, ജോയ് ആണ് കേട്ടോ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗൺ. ദ ഡാഷ് ഓഫ് ജഡ്ജസ് ടുക്ക് എ യുനാനിമസ് ഡിസിഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് കളക്റ്റീവ് നൗൺ? ഇവിടെ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ബെഞ്ച് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, റെഫറൻസ് കേട്ടോ. വൺ ഹൂ ഈസ് ന്യൂ ടു എ പ്രൊഫഷൻ ഓർ ആക്ടിവിറ്റി. ഓക്കെ, ഇവിടെ എന്താ വരുന്നത്? ഓപ്ഷൻ എ, നോവിസ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ ഇഡിയം ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻ? ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞ ഇഡിയമിന്റെ മീനിങ് എന്താണെന്നാണ്? എന്താണ്? ഓപ്ഷൻ ബി ആണ്, ടു റിവീൽ എ സീക്രട്ട് കെയർലെസ്ലി. ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ നിന്നുള്ളതാണ്, നോക്കാം. 91-ാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, ബന്ധുരമാണ് കേട്ടോ, ബന്ധുരം. ഓക്കെ, ബാക്കി കനകം, കാഞ്ചനം, ഹേമൊക്കെ സ്വർണത്തിന്റെ പര്യായ പദങ്ങളാണ്. ബന്ധുരം ഏതിന്റെ പര്യായ ബന്ധുരത്തിന്റെ അർത്ഥം എന്താണ്? മനോഹരമായതെന്നാണ് ബന്ധുരം എന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത്, ചന്ദ്രഹാസം ഇളക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓക്കെ, ഇവിടെ എന്താണ്? കോപിക്കുക എന്നാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതാണ്? ഓപ്ഷൻ സി, ഹരിശ്ചന്ദ്രൻ. അത്യധ്വാനം കൊണ്ടുള്ള അവശ്യത എന്നതിന്റെ ഒറ്റപ്പദം. അത്യധ്വാനം കൊണ്ടുള്ള അവശ്യത എന്നതിന്റെ ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ ബി, ഊപ്പാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ്? ഓപ്ഷൻ സി, പൂജക ബഹുവചനാണ്. നെക്സ്റ്റ്, ഗാഠം എന്ന പദത്തിന്റെ വിപരീതം ഏത്? ഗാഠം എന്ന പദത്തിന്റെ വിപരീതം ശിഥിലമാണ്. അടുത്തത്, ചിതാകാശം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയും? ചിതാകാശം എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി, ചിത് അധികം ആകാശം. അടുത്തത്, ജാമാതാവ് എന്നതിന്റെ സ്ത്രീലിംഗ രൂപം ഏത്? ജാമാതാവ് എന്നതിന്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? ഓപ്ഷൻ ഡി, സ്നുഷ. നെക്സ്റ്റ്, ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം ഏതാണ്? ഓപ്ഷൻ ബി, സംശയാസ്പദമാണ് കേട്ടോ. അടുത്തത്, ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി, തത്വമില്ല, പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം. ഓക്കെ, അപ്പൊ മക്കളെ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ നന്നായിട്ട് പഠിക്കാം. ഓരോ ക്വസ്റ്റ്യനും കേട്ടോ, ഇപ്പൊ വന്ന അപ്ഡേറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ നന്നായിട്ട് പഠിക്കട്ടോ.
ഓക്കെ, ഇപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.